വിനേഷ് ഫോഗട്ട്, നീയാണ് ഇന്ത്യയുടെ പുത്രി. നീയാണ് യഥാർത്ഥ ഇന്ത്യൻ സ്ത്രീ. ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും ബദ്ധപ്പാടുകളിലൂടെയൊക്കെയാണ് ഈ ഗുസ്തി രംഗത്തേക്ക് വിനേഷ് ഫോഗട്ട് കടന്നു വന്നത്. ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നു ആ പെൺകുട്ടിക്ക്. ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ അത് വളരെ ബുദ്ധിമുട്ടുകൾ അതിന് നേരിട്ടതിനെ തുടർന്ന് അത് ഡൽഹിയിലെ തെരുവോരത്ത് മറ്റ് ഗുസ്തി താരങ്ങളോടൊപ്പം സമരം ചെയ്യേണ്ടി വന്നു. അതിന് പോലീസിന്റെ തല്ല് വാങ്ങേണ്ടതായിട്ട് വന്നു. അതിനെ തെരുവിലൂടെ വലിച്ചഴിക്കുന്നത് നമ്മളെല്ലാം കണ്ടു. ഇതെല്ലാം കഴിഞ്ഞു. എന്നിട്ടും വൈരാഗ്യം അടങ്ങിയിട്ടില്ല അതിൻ്റെ പുറകിലുള്ള ആളുകൾക്ക്. വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങളെല്ലാം ഡൽഹിയിലെ തെരുവിൽ സമരം നടത്തുന്ന നമ്മളെല്ലാം കണ്ടതാണ്. ലോകം മുഴുവൻ കണ്ടതാണ്. ആ സമരം യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കിയെന്നുള്ളത് സത്യമാണ്. കാരണം ആ സമരം ചെയ്തവരല്ല നാണക്കേടുണ്ടാക്കുന്നത്. ഈ സമരത്തിന് കാരണമായ സംഭവമാണ് നാണക്കേടുണ്ടാക്കുന്നത്. അതിന് പകരം അന്ന് ശ്രീമതി പി.ടി. ഉഷ അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളുടെ ഈ പ്രവൃത്തി ഇന്ത്യക്ക് നാണക്കേടുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടികളുടെ മാനത്തിന് പ്രശ്നമൊന്നുമില്ല. അവരുടെ മാനം കേട് ഒരു പീഡന വീരൻ അവനത് എന്ത് ചെയ്താലും അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് പുറത്ത് പറഞ്ഞാൽ ഇന്ത്യക്ക് നാണക്കേടെന്നാണ്. അപ്പോൾ ഈ ബേട്ടി ബച്ചാവോ എന്ന് പറയുന്നവരൊന്നും അന്ന് വാ തുറന്ന് ഞാൻ കണ്ടില്ല. ഒന്നും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ച് കണ്ടില്ല, മിണ്ടിയില്ല. അതിന് പകരം അയാൾക്ക് പേരിൽ ആ ബ്രിജ്ഭൂഷണെതിരെ ഒരു നടപടിയും വന്നതുമില്ല. നമ്മളെല്ലാം കണ്ടതാണ്. അയാളെ വീണ്ടും ആ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ പൊക്കിയെടുത്തുകൊണ്ട് നടന്നത് നമ്മളെല്ലാം കണ്ടു. ഇതാണ് നമ്മൾ കണ്ടത്. അതിന് ശേഷം അന്ന് ഇതും പറഞ്ഞു കഴിഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പി.ടി. ഉഷയ്ക്ക് മനസ്സിലായി ഇത് പ്രശ്നമായി എന്നുള്ളത്, നാണക്കേടായെന്നുള്ളത്. അപ്പോൾ ഗുസ്തി താരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടോട്ടൊന്ന് ചെന്നു. അവിടുന്ന് ഞാൻ വീഡിയോ ഒക്കെ കണ്ടത് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് കേട്ടോ, പിന്തുണയും കൊണ്ട് ചെന്നിട്ട്. പക്ഷെ ആ വൈരാഗ്യമൊന്നും അവർ മറന്നിട്ടില്ല എന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. അവസാനം ഈ കുട്ടിക്ക് ആ ഒളിമ്പിക്സിൽ മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അതിന് സെമി ഫൈനലിൽ ജയിച്ചത് ഫൈനലിൽ കയറി. അപ്പോഴൊന്നും അതിന് യാതൊരു അയോഗ്യതയും ഇല്ല. അതിനോടൊപ്പം അതായത് ഇതിന് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്ന ടീമും ഒക്കെ ഗവൺമെന്റ് അയച്ചിട്ടുണ്ട് കേട്ടോ. അത് അയച്ചേക്കുന്ന ആളുകളെ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഓർത്തോപീഡിക്സില് മാത്രം ബിരുദമുള്ള ഒരാളെയാണ് യഥാർത്ഥത്തിൽ ഡയറ്റീഷ്യനായിട്ട് അയച്ചേക്കുന്നത്. അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. അയാളുടെ ആകെയുള്ള ക്വാളിഫിക്കേഷൻ ഞാൻ മനസ്സിലാക്കിയത് അംബാനിയുടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കി പറയാതെ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും ആ കുട്ടിക്ക് അവസാനം അതിൻ്റെ ഫൈനൽ മത്സരം ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ അതിന് വെയിറ്റ് നോക്കിയപ്പോൾ അതിന് 100 ഗ്രാം വെയിറ്റ് കൂടുതലാണ്. 50 കിലോ വിഭാഗത്തിൽ മത്സരിക്കുമ്പോൾ 100 ഗ്രാം കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇവിടുന്ന് കൊണ്ടുവന്ന ഇലക്ട്രോണിക് ബാലൻസ് കൊണ്ടുവന്നവരാണ് ഇവരൊക്കെ. അതിൽ 10 ഗ്രാം കൂടിയാൽ പോലും അത് കാണിക്കും. അപ്പോൾ അത് കൂടുന്നത് തെറ്റാണ്, കൂടാൻ പാടില്ല വെയിറ്റ്. അത് ഈ 100 ഗ്രാം കൂടിയതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്നിതൊന്ന് അന്വേഷിക്കേണ്ടതാണ്. അതിന് ശ്രീമതി പി.ടി. ഉഷ കുറ്റം പറഞ്ഞേക്കുന്നത് ഈ കുട്ടിയാണ്. ഈ കുട്ടി എന്ത് ചെയ്തിട്ടാണ് 100 ഗ്രാം? ഈ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ ബാക്കി ആളുകൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമും അതുപോലെ ഡയറ്റീഷ്യനും ഇത് കോച്ചും ഒക്കെയാണ് ഇതിന് ആൻസറബിൾ. ഇതിൻ്റെ പുറകെ വൻ ഗൂഢാലോചന നടന്നു എന്നുള്ളത് വ്യക്തമാണ്. വലിയ രാജ്യസ്നേഹികൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇങ്ങനെയാണ് രാജ്യസ്നേഹം. കാരണം വിനേഷ് ഫോഗട്ടിന് ഒരു സ്വർണം കിട്ടരുത്, അല്ലെങ്കിൽ വെള്ളി കിട്ടരുത്. ആ കുട്ടിക്ക് ഉറപ്പായിട്ടും സ്വർണം തന്നെ കിട്ടിയനെ. കാരണം അതിൻ്റെ ആ ഫോം ആ രീതിയിലായിരുന്നു. ആ മത്സരം ഞാനത് കണ്ടതാണ്. അപ്പോൾ അതിന് അത്രത്തോളം വലിയ ഫോമിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു താരം അതിന് 100 ഗ്രാം കൂടിപ്പോയി അതിനെ അയോഗ്യയാക്കുകയാണ്. ആ അയോഗ്യതയിൽ ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുപോയി. അയോഗ്യതയിൽ അത് ആശുപത്രിയിലായി. അവിടെ പോലും പോയി കണ്ടിട്ട് ശ്രീമതി പി.ടി. ഉഷ സംസാരിക്കുന്നത് നിന്റെ ഭാഗത്തുള്ള കുഴപ്പം കൊണ്ടാണെന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അത് ഈ പി.ടി. ഉഷ മാത്രം വലുതായാൽ മതി, വേറെ ആരും വലുതാകരുത് എന്നൊരു കാഴ്ചപ്പാടുണ്ട് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ചിത്രയുടെയൊക്കെ അനുഭവം ആ രീതിയിൽ ഒരു പരസ്യമായിട്ടുണ്ട്. അതിനെക്കുറിച്ച് ബാക്കി എനിക്ക് അറിയില്ല. അതുകൊണ്ട് പക്ഷേ ശ്രീമതി പി.ടി. ഉഷയെങ്കിലും ഇതിനകത്ത് മുൻകൈ എടുത്തതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ താരത്തിന് ഈ ഗതികേട് വരികയല്ലായിരുന്നു. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിന് ഈ 100 ഗ്രാം കൂടിയതിന് ഉത്തരവാദി എന്ന് പറയുന്ന ആ കുട്ടിയോ ആരുമല്ല, ആ കുട്ടിയല്ല. അതിൻ്റെ പുറകിലുള്ള മെഡിക്കൽ ടീമും അതുപോലെ അതിൻ്റെ ഡയറ്റീഷ്യനും ഒക്കെയാണ് ഈ 100 ഗ്രാം കൂടാൻ കാരണം. ആ 100 ഗ്രാം കൂടിയാലും ഇതിപ്പോൾ
അതായത് ആങ്ങള മരിച്ചാലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്നുള്ളതാണ്. ആ പ്രിൻസിപ്പിളാണ് പലർക്കും ഉള്ളത്. അത് നമ്മളിവിടെ കണ്ടതാണ് ആ പ്രിൻസിപ്പിൾ. അതാണ് കാര്യം. വിനോദ് ഫോഗട്ടിന് ഒരു കാരണവശാലും ഒരു മെഡൽ കിട്ടരുത് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് മെഡൽ കിട്ടരുതെന്നതാണ് ഈ രാജ്യസ്നേഹിയുള്ള താല്പര്യം. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അത് അതിനെ പുറകെ നടന്ന് ഉപദ്രവിച്ചതാണ് എന്ന് ഇത് കണ്ടാൽ അറിയാം, മനസ്സിലാവും. ഇനി അത് പോയിക്കോട്ടെ, ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല. ആ പെൺകുട്ടി തോറ്റുപോയി. അത് കഴിഞ്ഞ് അതിന് കോടതി വിധി പോലും അതിനെതിരെ വന്നു. കാരണം അതിന് വെള്ളി മെഡൽ എങ്കിലും കിട്ടാൻ അർഹതയുണ്ട് എന്നുള്ളത് വന്നപ്പോൾ യഥാർത്ഥത്തിലുള്ളതാണ്. വെറും ലോജിക്ക് മാത്രമാണ്, കോമൺ സെൻസ് ഉള്ളവർക്ക് പറയാം അതിന് വെള്ളി മെഡലെങ്കിലും കിട്ടുമെന്നുള്ളത്. കാരണം ഫൈനലിൽ മത്സരിക്കാൻ പറ്റുന്നില്ല, അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ അയോഗ്യത. ഫൈനൽ മത്സരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫൈനലിൽ കടന്ന ഒരു താരത്തിന് സ്വർണമോ വെള്ളിയോ കൊടുക്കണം. പക്ഷേ അതിനകത്ത് വരുന്നത് അതിലെ കുറഞ്ഞ മെഡലായിട്ടുള്ള വെള്ളി മെഡൽ ഇതിന് കൊടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. അത് കോടതി വിധി എന്തോ ഇതിനെതിരെ വന്നു എന്നുള്ളതാണ്. അതിൻ്റെ സമയത്ത് പോലും അതിന് അപ്പീൽ കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇത് വന്നേക്കുന്നത് വിഷയം. എന്നിട്ടും ഈ കുട്ടി അത് വിസ്റ്റാൻഡ് ചെയ്ത് അത് മെനഞ്ഞാന്നാണ് ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. ഡൽഹി വന്നപ്പോൾ വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ അതിന് കിട്ടിയ സ്വീകരണം എന്ന് പറയുന്നത് അത്രത്തോളം വലിയ സ്വീകരണമാണ്. ഒരു മെഡൽ ജേതാവിന് കിട്ടുന്നതിലും കൂടുതൽ സ്വീകരണമാണ് മെഡൽ ഇല്ലാതെ വന്ന വിനേഷ് ഫോഗട്ടിന് ഈ രാജ്യത്തെ സ്ത്രീകളും മറ്റാളുകളും ചേർന്ന് കൊടുത്തത്. അതിൻ്റെ ഗ്രാമത്തിൽ നിന്ന് 2 ഗ്രാമങ്ങളിലെ മുഴുവൻ ആളുകളും വന്നെന്നുള്ളതാണ്. ആ രീതിയിൽ ഇത് കണ്ടിട്ട് ഈ പൊട്ടിക്കരഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, അത് ആ പൊട്ടിച്ചിരി കണ്ണീരോടുകൂടിയുള്ള ചിരിയായിട്ട് മാറിയത്. പൊട്ടിക്കരച്ചിൽ ഒരു ചിരിയായി മാറി. അതാണ് ഞാൻ പറഞ്ഞത്, നീയാണ് യഥാർത്ഥ സ്ത്രീ എന്ന് ഞാൻ പറയാൻ കാരണം. അങ്ങനെ വേണം. അപ്പോൾ അത് തോറ്റുപോയെങ്കിലും അത് ഞാൻ തോറ്റു പക്ഷെ ഗുസ്തി ജയിച്ചു എന്നത് പറഞ്ഞെങ്കിൽ പോലും ഇനിയെങ്കിലും അത് മത്സരം നിർത്തരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷയുള്ളത്. കാരണം ഇതിന് അതിൻ്റെ സംസ്ഥാനത്തെ ഹരിയാനയിലാണെന്നുണ്ടെങ്കിൽ 2 ഗ്രാമങ്ങൾ ചേർന്ന് നടത്തിയ സ്വീകരണം എന്ന് പറഞ്ഞാൽ അത്ര വലിയ സ്വീകരണമാണ് അതിനവിടെ കിട്ടിയത്. പിന്നെ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, അതിന് ഒരു വെള്ളി മെഡൽ ജേതാവിന് കൊടുക്കേണ്ട എല്ലാവിധ മോണിറ്ററി ബെനിഫിറ്റും ഇതിന് കൊടുക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ പിതാവ് മരിച്ചുപോയതാണ് വളരെ ചെറുപ്പത്തിൽ. അതിനെ മാതാവാണ് വളർത്തിയത്. ആ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അർബുദബാധ ഉള്ളതാണ്. ആ ബുദ്ധിമുട്ടിൻ്റെ ഇടയിലൊക്കെയാണ് ഇത് വളരെ കഷ്ടപ്പെട്ട് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ഇങ്ങനെയുള്ള താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ചില വൃത്തികെട്ടവർക്ക് വേണ്ടിയുള്ള രീതിയിൽ പുറകെ നടന്ന് ഇതിനെ ഉപദ്രവിച്ച് അതിനെ തളർത്തരുത് എന്ന് മാത്രമേ എനിക്കൊരു അപേക്ഷയുള്ളൂ. ഇതിൻ്റെ പുറകെ നടക്കുന്നവന്മാരുടെ രാജ്യസ്നേഹം ഇതാണോ എന്നൊന്നും അവരൊന്ന് നോക്കണം. ഇവിടെ ഇത് ഫൈനലിൽ കയറിയപ്പോൾ ഇതിനെ ആശംസിക്കാനൊന്നും ആരുമില്ലായിരുന്നല്ലോ. ഒരു വെങ്കല മെഡൽ നേതാവിന് ആണെന്നുണ്ടെങ്കിൽ ആ മത്സരത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഇതിൻ്റെ മത്സരത്തിന് ആരും കൊടുത്ത് ഞാൻ കണ്ടില്ല. രാഷ്ട്രീയക്കാരൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇതിനകത്ത്. കാരണം വെള്ളിയോ സ്വർണമോ ഉറപ്പായിട്ടുള്ള ഒരു അത് നേടുന്ന ഒരു ആ ജേതാവിന് കൊടുക്കേണ്ട ഒരു പരിഗണന ഈ കുട്ടിക്ക് കൊടുത്തില്ല. മാത്രമാണോ ഇതിനെ ഇത്ര അലംഭാവത്തോടു കൂടി ഇതിൻ്റെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 100 ഗ്രാം വെയിറ്റ് അതിന് കൂടി, അതാണ് പ്രശ്നം. അതോടുകൂടി അത് അയോഗ്യയാക്കപ്പെടും എന്ന് ഈ രംഗത്തുള്ളവർക്ക് അറിയാവുന്നവരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട നമുക്ക്. ഇനിയെങ്കിലും ഇത്രത്തോളം രാജ്യസ്നേഹം ആരും കാണിക്കരുതെന്ന് എനിക്കൊരാക്ഷേപമുണ്ട് കേട്ടോ. വൈരാഗ്യത്തിൻ്റെ പേരിൽ രാജ്യസ്നേഹം, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണോ രാജ്യസ്നേഹം? ചിന്തിക്കണം.